ഹായ്, എല്ലാവർക്കും ഫിലിം വാരിയേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമസ്കാരം. ആദ്യമായി തന്നെ തമ്പനയിൽ കണ്ട് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്ത ആൾക്കാരോട് ഒരു ക്ഷമ ചോദിക്കുകയാണ്. കാരണം ഈ ഒരു വീഡിയോ എങ്ങനെ പടം കണ്ട് പണമുണ്ടാക്കാം എന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആപ്പ് ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുള്ള ഒരു സ്കാം വീഡിയോയേ അല്ല. പിന്നെ എന്തിനാണ് നീ അങ്ങനെ ഒരു തമ്പനയിൽ ഇട്ടത് എന്ന് ചിന്തിക്കുന്നവരോട് യെസ്, അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അങ്ങനെ പറഞ്ഞ് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുന്നതിന് മുമ്പ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സ് ആയിക്കോട്ടെ, ബ്ലോഗേഴ്സ് ആയിക്കോട്ടെ, അവരൊക്കെ അവരുടെ എനർജി കളഞ്ഞ് വീഡിയോ ഷൂട്ട് ചെയ്ത് അത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് പബ്ലിഷ് ചെയ്യുന്നത് വെറുതെ ആണെന്നാണ്. അല്ല, അറ്റ് ദ എൻഡ് അവർക്ക് ഈ വീഡിയോയിൽ നിന്നും മണി മേക്ക് ചെയ്യണം, അവർക്ക് ഏൺ ചെയ്യാൻ പറ്റണം. സോ എൻ്റെ ഈ ഒരു പ്രൊഡക്റ്റിനെ, ഈ വീഡിയോ എന്ന പ്രൊഡക്റ്റിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക, അതിൽ നിന്നും കൂടുതൽ വരുമാനം ഏൺ ചെയ്യുക, ഇതായിരുന്നു എൻ്റെ തോട്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തമ്പനിയിലിട്ടത്. ഇന്നത്തെ ഇന്ത്യയുടെ സാഹചര്യം വെച്ചിട്ട് തൊഴിലില്ലാത്ത യുവാക്കൾ ഒരുപാടുണ്ട്. അവരെങ്ങനെ പണം പെട്ടെന്ന് മേക്ക് ചെയ്യണം, എങ്ങനെ പണം ഉണ്ടാക്കണം എന്നുള്ള ഒരു വെപ്രാളത്തിൽ ഒരുപാട് സ്കാമുകളിൽ ചെന്നപ്പെട്ട് കളർ പ്രൊഡക്റ്റ് ചെയ്താൽ ഇത്ര പണം കിട്ടും, അല്ലെങ്കിൽ ഇന്നതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ ഇത്ര പണം കിട്ടും, പരസ്യം കണ്ടുകൊണ്ട് പണം ഉണ്ടാക്കാം, ഗെയിം കളിച്ചുകൊണ്ട് പണം ഉണ്ടാക്കാം, അങ്ങനെ ഒരുപാട് സ്കാമിലേക്ക് അവർ പോകുന്നു. സോ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു തമ്പനയിൽ ഇട്ടുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ അതിന് ക്ലിക്ക് ബൈറ്റ് കൂടും, അതിന് ആൾക്കാർ വ്യൂവേഴ്സ് വരും എന്നറിഞ്ഞത് കൊണ്ട് തന്നെയാണ്, ആ ഒരു തോട്ടിൽ നിന്നുമാണ് ഈ ഒരു തമ്പനയിൽ ഇടാൻ ഞാൻ തീരുമാനിക്കുന്നത്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? നിനക്ക് പണമുണ്ടാക്കാൻ ഞങ്ങൾ അതിൽ ബലിയാടുകളോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചിന്തിക്കേണ്ടത് ഞങ്ങൾക്കും എങ്ങനെ ഇതുപോലെ ഡിഫറെന്റ് രീതിയിൽ ചിന്തിക്കാൻ കഴിയും, അല്ലെങ്കിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചായിരിക്കണം നിങ്ങൾ ചിന്തിക്കേണ്ടത്. എൻ്റെ ഈ ചിന്തകൾ മാറാനും എൻ്റെ കയ്യിലുള്ള പ്രൊഡക്റ്റിനെ എങ്ങനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും പറ്റും എന്നെ സഹായിക്കുന്നത് റോബർട്ട് ടി കിയോസാക്കി എന്ന് പറയുന്ന എഴുത്തുകാരൻ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ഈ പുസ്തകം നിങ്ങൾ ഓൾറെഡി വായിച്ചവരുണ്ടാകും, അല്ലെങ്കിൽ ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ വായിക്കണമെന്ന് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ബുക്ക് കൂടെ ആയിരിക്കാം. ഈ പുസ്തകം എങ്ങനെ പണം ഉണ്ടാക്കാം എന്നതിലുപരി ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഏൺ ചെയ്തിട്ടുള്ള പണം എങ്ങനെ നമുക്ക് സ്പെൻഡ് ചെയ്യാം എന്നുകൂടെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. പണം ഉണ്ടാക്കുന്നതിനോടൊപ്പം തന്നെ ഈക്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ഏൺ ചെയ്തിട്ടുള്ള പണം എങ്ങനെ സ്പെൻഡ് ചെയ്യാമെന്ന്. സോ അതിന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനോട് കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പുസ്തകമാണ് റോബർട്ട് ടി കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന പുസ്തകം. ഈ പുസ്തകം നമ്മുടെ എല്ലാ റീജിയണൽ ലാംഗ്വേജുകളിലും അവൈലബിൾ ആണ്. ഇംഗ്ലീഷിൽ വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിലുണ്ട്, എനിക്ക് തമിഴിൽ വേണമെങ്കിൽ തമിഴിലുണ്ട്, ഹിന്ദിയിൽ വേണമെങ്കിൽ ഹിന്ദിയിലുണ്ട്. സോ നമ്മുടെ എല്ലാ റീജിയണൽ ലാംഗ്വേജുകളിലും റീറൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകം കൂടിയാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന ന്യൂയോർക്ക് ടൈംസിലെ ബെസ്റ്റ് സെല്ലർ എന്ന് പറയുന്ന നമ്പർ 1 സെല്ലർ ആയിട്ടുള്ള ദ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന റോബർട്ട് ടി കിയോസാക്കിയുടെ ഈ ഒരു പുസ്തകം. ഈ പുസ്തകത്തിന്റെ പ്രൊഡക്റ്റ് ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി അതുവഴി പോയി ഓർഡർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ട് ആവശ്യമൊന്നുമില്ല, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റുകളിലൊക്കെ ഈ ഒരു പുസ്തകത്തിന്റെ ഈ പുസ്തകം അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. എന്താണ് സക്സസ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എൻ്റെ പെർസ്പെക്റ്റീവിൽ സക്സസ് ഈസ് ഈക്വൽ ടു മണി. പണമുള്ളവനെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ കമന്റ് ബോക്സിൽ നിങ്ങൾ എന്നെ ഒന്ന് തെറി വിളിച്ചേക്കാം. നോ, എനിക്കറിയാവുന്ന ഇന്നൊരാളുണ്ട്, അയാളുടെ കയ്യിൽ കോടികളുണ്ട്, പക്ഷെ അയാൾ ജീവിതത്തിൽ സന്തോഷവാനല്ല, അയാൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടില്ല. ഞാൻ പറയുന്നത് എക്സെപ്ഷൻ കേസുകളല്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട് പണം ഈസ് ഈക്വൽ ടു സക്സസ്. ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളവൻ എന്ന് പറയുന്നത് പണമുള്ള ആൾക്കാരാണ്. ഫ്രണ്ട്സ് ആയാലും ഫാമിലീസ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും ഒക്കെ മുന്നോട്ട് നിലനിന്ന് പോകുന്നത് നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ അളവിലാണ്. ഞാനൊരു തോൽവിയാണ്, എനിക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആവാനേ സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഫിലിമിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് പറയുന്നത്. ഈ ഒരു ഫിലിമിനെ കുറിച്ച് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി വാച്ച് ചെയ്തിട്ടുണ്ടാവും. ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന വിൽ സ്മിത്തും അദ്ദേഹത്തിന്റെ മകൻ ജേഡൻ സ്മിത്തും അഭിനയിച്ച് ഇറ്റാലിയൻ ഡയറക്ടറായിട്ടുള്ള ഗബ്രിയേലി മുസ്റ്റിനോ എന്ന് പറയുന്ന ഡയറക്ടർ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു വണ്ടർഫുൾ ഫിലിമാണ് ദ പെർസ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഈ ഒരു ഫിലിം. ജീവിതത്തിൽ ഞാനൊരു വലിയ തോൽവിയിലേക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും സക്സസ്ഫുൾ ആവാൻ സാധിക്കില്ല എന്ന് കരുതുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ഫിലിം ഒരു തവണ കണ്ടിരിക്കണം. ഈ സിനിമയുടെ ക്ലൈമാക്സിനോട് എത്തുമ്പോൾ ഒരു രംഗമുണ്ട്. അതിൽ വിൽ സ്മിത്ത് അഭിനയിച്ചിട്ടുള്ളതായാലും ഡയറക്ടർ ആ ഒരു സീൻ മേക്ക് ചെയ്തിട്ടുള്ള വിധമായാലും
അത്രക്കും ഭയങ്കരമായിട്ടുള്ള, ഞാൻ ജീവിതത്തിൽ ഒന്നും ആവില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ എനിക്കും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആകണം എന്ന് മാറ്റി ചിന്തിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിൽ പവർഫുൾ ആയിട്ടുള്ള ഒരു സീനാണ്. അതുകൊണ്ട് തന്നെ ആസ് എ ഫിലിം ഡ്രീമർ എനിക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് വട്ടം കണ്ടിട്ടുള്ള ഒരു വണ്ടർഫുൾ ഫിലിമാണ്. ഈ സിനിമ കാണുന്നതിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പുസ്തകം വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോടികൾ സമ്പാദിക്കാം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങളുടെ ആ ഒരു തോട്ട് അത് ചേഞ്ച് ആയി കിട്ടും. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ എനിക്ക് ജീവിതത്തിൽ എങ്ങനെയെങ്കിലും സക്സസ്ഫുൾ ആയേ പറ്റൂ എന്ന് മാറ്റി ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള പുസ്തകവും ഫിലിമുമാണ് ദ പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഫിലിമും ദ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറയുന്ന പുസ്തകവും. ദ പേഴ്സ്യൂട്ട് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന ഈ ഒരു ഫിലിം ആമസോൺ പ്രൈം വീഡിയോയിൽ അവൈലബിൾ ആണ്. ഇനി ആമസോണിൽ സബ്സ്ക്രിപ്ഷൻ ഇല്ലാത്ത ആൾക്കാർക്ക് ഈ പടം എങ്ങനെ കാണാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാ പടങ്ങളും കാണാൻ ഒരു എളുപ്പമാർഗം ഉണ്ടെന്ന് ഇപ്പോഴുള്ള ഏത് കൊച്ചുകുട്ടിക്കും അറിയാം. നിങ്ങൾ ഓൾറെഡി ഈ ഒരു ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഫിലിമിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള ഒരുപാട് എന്റർടൈനിങ് ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമുക്ക് വീണ്ടും വീഡിയോകളായിട്ട് വരാൻ പറ്റും. അതിലൂടെ നിങ്ങൾ സക്സസ്ഫുൾ ആവുന്നതിനോടൊപ്പം തന്നെ എനിക്കും ജീവിതത്തിൽ സക്സസ്ഫുൾ ആകാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും ബൈ ബൈ, സീ യു.